ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിത് ചിരിച്ചുകൊണ്ട് നടന്നു പോകണത് എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഉണ്ണി വിളിച്ചിട്ട് വായോ നെന്നിയെ എന്ന് പറഞ്ഞപ്പോൾ പോവാണ് കേട്ടോ. അവനെ ധന്യാന്ന് വിളിക്കില്ല, നെന്നിയെന്നാണ് വിളിക്കുക. അവൻ്റെ വിളി കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്കും പിന്നെ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിതാ ബസ് കാത്ത് നിൽക്കുകയാണ്. ഭയങ്കര പോസ്റ്റായിരുന്നു കേട്ടോ. ബസ് വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടേ. ഒരു ബസ് പോയപ്പോൾ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ മാസ്കൊക്കെ വെച്ചോളൂ. അങ്ങനെ ബസ് കിട്ടി, ബസ്സിൽ കയറിയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, എന്നാലും സീറ്റൊക്കെ കിട്ടി. അങ്ങനെ അവിടെ എത്തി. ഇനി കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നടക്കുകയാണ്. കുന്നുമലയൊക്കെ കയറി ദൈവത്തെ കാണാൻ പോണ പോലെയാണ് കേട്ടോ. അവളുടെ വീട് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ കയറ്റം കയറിയിട്ട് പോവാണ്. ആരാ ഉള്ളത് എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. നോക്കിയിട്ടാണ് കേട്ടോ പോണത്. താഴത്ത് നിന്ന് നോക്കുമ്പോൾ വീട് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റി. വീട്ടിൽ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കയറ്റം കയറി വന്ന ക്ഷീണത്തിൽ ഞാൻ വേഗം വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ, അവർ പുറത്തായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛമ്മ അവിടെ ഇരുന്ന് മുറുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛമ്മേനെ കൂട്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണ്. ഇതാണ് കേട്ടോ മുതൽ. ഇതിനെ കാണാനാണ് ഞാൻ വന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊരു പാവാന്ന്. വന്ന് കണ്ട സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കീരും പാമ്പുമാണ് കേട്ടോ. അപ്പോൾ അത് അവനെയും കൂട്ടി വീഡിയോ എടുത്തതാണ്. അച്ഛമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും പണിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് അച്ഛമ്മ ഓരോ സംസാരിക്കുന്നൊക്കെ ഉണ്ടേ. എൻ്റെ വീഡിയോ എടുക്ക്, യൂട്യൂബിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവൻ. അപ്പോൾ അവനെയും പിടിച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ്. ഇവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഉച്ചയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട്. ഇവിടെ വന്നാൽ നല്ല ഫുഡാണ് കേട്ടോ. ഫുഡിനൊരു കോംപ്രമൈസും ഇല്ല പറഞ്ഞ പോലെ. ഒത്തിരി കറികളൊക്കെ ഉണ്ടാവും. അങ്ങനെ കറികളൊക്കെ കൂട്ടി നല്ല ഫുഡ് കഴിച്ച് അപ്പോഴാണ് കേട്ടോ മിഠായി കൊണ്ടുവന്ന്. ഡയറി മിൽക്കാണ്. അപ്പം എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ എനിക്കും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൻ്റെ പുറത്ത് കുറച്ച് മധുരം കൂടി കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നേ. ഇവൻ എന്നോട് ഇതിൽ സൗണ്ട് എപ്പോഴാണ് കൊടുക്കുക, ഇതെപ്പോഴാണ് യൂട്യൂബിൽ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചിത്രം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് വീഡിയോ എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. എന്താ വരയ്ക്കുന്നത് എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ വരച്ചത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുത്തിയിരുന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ ആള്. എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് കാണേ. ഞാനിങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ആള് വീഡിയോയ്ക്ക് വേണ്ടി നല്ല പോസ് ചെയ്തിട്ടാണ് നിൽക്കണത്. എന്തോ മൃഗമാണെന്ന് മനസ്സിലായി, പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. ഫൈനൽ ലുക്ക് കണ്ടപ്പോഴേക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ആള് വരച്ചത്. ജിറാഫിനെയാണ് കേട്ടോ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ പകുതിയൊക്കെ അതുപോലെ ആയിട്ടുണ്ട്. എന്നാലും നന്നായിട്ടുണ്ട്. അവൻ്റെ ഈ പ്രായത്തിൽ അവ അത്രയും വരച്ചല്ലോ. പിന്നെ ഇവിടെ ഏത് നേരം എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കലാണ് കേട്ടോ പണി. എന്ത് കഴിക്കുകയാണെങ്കിലും ആ വയ്ക്കും കൂടി കൊടുന്നു തരുവേ. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഓരോ സംസാരമൊക്കെ സംസാരിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ എന്തോ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു പരീക്ഷ പേപ്പർ ഞാൻ കാണുന്നത്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പറഞ്ഞിട്ടൊരു പേപ്പറിൻ്റെ ആണ്. കണ്ടോ, ഇവൻ വന്നപ്പോൾ എന്ത് പാവമായിരുന്നു നോക്കിക്കേ. പിന്നെ വികൃതി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഞങ്ങൾ കീരുംപാമ്പ് ആയിരിക്കും കുറച്ച് ദിവസം കാണാതെ കണ്ട ഒടുക്കത്തെ സ്നേഹമാണ്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കീരുംപാമ്പാണ് കേട്ടോ. അപ്പം ഞാൻ പറയുകയാണ് ഇതൊക്കെ ഞാൻ യൂട്യൂബിലിട്ട് തന്നെ നാണം കെടുത്തുന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഭീഷണിപ്പെടുത്തണൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ആളതിലൊന്നും വീണില്ല. ഇതാ അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് നോക്കിക്കേ.
കാര്യത്തിരി വികൃതിയൊക്കെ ആണെങ്കിലും പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അവൻ്റെ കൂടെ കളിക്കാൻ വായോന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഇടയിൽ അമ്മയും അച്ഛനും വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനില്ലാതെ തീരെ സമയം പോണില്ല വീട്ടിൽ, വേഗം വായോ, നാളെ തന്നെ വായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉണ്ട് കരഞ്ഞിട്ട് വിളിക്കണു, ഇവിടെ ആരും ഇല്ല, ഈ വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ നിന്നു കേട്ടോ. അമ്മേനെയും അച്ഛനൊക്കെ കുറച്ച് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നല്ല നേരം പോക്കാണ്, ഇവനാണ് ഇവിടുത്തെ മെയിൻ താരം. അപ്പോൾ ഇത്രയുള്ളൊരു കുട്ടി വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ടാറ്റാ.